ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് അതാകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് തയ്ക്കാനൊന്നും സമയം കിട്ടില്ല എന്ന് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ പുട്ടും സാമ്പാറുമാണ് കേട്ടോ. സാമ്പാർ ഇരിപ്പുണ്ട്. ഇന്ന് അവധി ദിവസമാണ്, ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി മടിയുള്ള ദിവസമാണ് കേട്ടോ. ഇച്ചിരി ലേറ്റായിട്ടായിട്ട് എഴുന്നേക്കുള്ളൂ. അതുകൊണ്ട് എളുപ്പവഴിയിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇച്ചിരി ഇന്നലത്തെ ബിരിയാണി റൈസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി. സാമ്പാറിരുന്നതും ചൂടാക്കി. ഇന്ന് പുട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫാമിൽ പോയപ്പോൾ മേടിച്ച കാടാമുട്ട തീർന്നിട്ടുണ്ടായിരുന്നില്ല, അതിരിപ്പുണ്ടായിരുന്നു. അതൊന്ന് പുഴുങ്ങാനായിട്ട് വെച്ചു. പിന്നെ അടുത്തത് പുട്ടുണ്ടാക്കലാണ്. പുട്ടുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ തേങ്ങ ചിരണ്ടിയത് മേടിക്കണോണ്ട് തേങ്ങ ചിരണ്ടതൊന്നുമില്ല കേട്ടോ. പിന്നെ ദേ ഇതിൽ ജഗ്ഗിൽ നമ്മൾ രാവിലെ തന്നെ ഇച്ചിരി വെള്ളം എടുത്ത് വയ്ക്കും. മോട്ടർ വെച്ചിട്ടുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇങ്ങനത്തെ കുപ്പിയിലാണ് വെള്ളം നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് വെള്ളം വരുന്നത്. അപ്പോൾ നമുക്ക് കാലിയായിട്ടുള്ള കുപ്പികളൊക്കെ നമുക്ക് കോറിഡോറിലേക്ക് എടുത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് അവർ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കും. പിന്നെ ഞങ്ങളൊരു കൂപ്പൺ കൊടുത്താണ് കേട്ടോ മേടിക്കുന്നത്. അതൊന്നിച്ച് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓഫറൊക്കെ ഉണ്ട്. അത് കാരണം ഇങ്ങനെ കൂപ്പൺ ഉണ്ടാവും. 10ഉം 20ഉം ബുക്കൊക്കെ ഉള്ളതാണ്, പേജൊക്കെ ഉള്ള ബുക്കാണ്. അപ്പോൾ ഞങ്ങൾ 20 പേജിൻ്റെ ബുക്കാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കീറി പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി, അവർ വന്ന് വെച്ചിട്ട് പോകും കേട്ടോ. പനീഷേട്ടൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി, കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിയുമ്പോൾ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടാണ് പോയേക്കണേ. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പുട്ട് നമ്മൾ സാധാ അജ്മീഡിയൊക്കെ പൊടി പോലത്തെ പൊടി ഉപയോഗിച്ചാണ് കേട്ടോ, മറ്റേ പച്ചരിപ്പൊടിയല്ല. ഇപ്പോൾ പുട്ടുപൊടിയായിട്ട് കിട്ടുന്ന ആ പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അരി അടുപ്പത്തിട്ട് കേട്ടോ, കാരണം ഇനി ലഞ്ചിനായിട്ട് വേറെ ടൈം എടുക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിയുമ്പോൾ അനീഷായിട്ട് വരാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതേ ഈ സംഭവമാണ് ഉണ്ടാക്കുന്നത്, ബ്രക്കോളി. അപ്പോൾ അത് സാധാരണ എല്ലാവരും സലാഡായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് തോന്നുന്നു, അറിയില്ല. ഞങ്ങൾ കുറച്ച് ദിവസമായുള്ളൂ ഇത് പരീക്ഷണം തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം അത് തോരനായിട്ട് വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കാരണം ഇപ്രാവശ്യം പോയപ്പോഴും മേടിച്ചു. ആദ്യം തന്നെ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് റെഡി ആവണേക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്യണോടൊപ്പം തന്നെ പാത്രങ്ങളും അങ്ങ് കഴുകി വയ്ക്കുകയാണെങ്കിൽ ആ പണി തീരും കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ അനീഷേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ വന്നു, കഴിപ്പൊക്കെ കഴിഞ്ഞ് പോവുകയും ചെയ്തു കേട്ടോ. ആ സമയത്ത് ഞാൻ തോരൻ ഉണ്ടാക്കി. ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ മുട്ടയും കൂടെ കൂടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതൊരു യൂട്യൂബിലെ വീഡിയോ നോക്കിയാട്ടോ ഉണ്ടാക്കാൻ പഠിച്ച്. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അത് കാരണം അങ്ങനെ തന്നെ ഇന്നും ഉണ്ടാക്കിയത് കേട്ടോ. കൂട്ടത്തിലൊരു മോരുകറിയും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മാളൂട്ടിക്ക് ഇച്ചിരി ബിരിയാണി റൈസ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ മാളൂട്ടി അതായിരിക്കും കഴിക്കുന്നത്. ചിലപ്പോൾ ഇതും കഴിക്കും, ഏതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വേസ്റ്റൊക്കെ പുറത്താണ് ഇട്ട് വയ്ക്കുന്നത്. അത് അന്നൊന്ന് കൊണ്ടേ കളയുന്നതുകൊണ്ട് നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളൊന്നുമില്ല നടക്കാൻ പോകുമ്പോൾ കൊണ്ടേ കളയും, അല്ലെങ്കിൽ കിടക്കണേക്ക് മുമ്പ് കൊണ്ടേ കളയും പുറത്ത്. ഇവിടെ വേസ്റ്റൊക്കെ അന്നന്ന് വന്ന് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. 2 വിസിലടിപ്പിച്ച് ഒന്നോടെ തിളപ്പിച്ച് ഊറ്റിയാട്ടോ ഞാൻ ചോറ് എടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി മോര് കറിയും കൂടി. ഇന്നത്തെ പണിയൊക്കെ എളുപ്പക്രിയായിട്ട് മോര് കറി ചുമ്മാ ഒന്ന് മോര് കാച്ചുന്നുള്ളൂ, കഷ്ണമൊന്നും ഇല്ലാതെ വെറുതെ മോര് കാച്ചുന്നുള്ളൂ. പിന്നെ വേറെ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. പപ്പടം വറുത്തതിരിപ്പുണ്ട്. അപ്പോൾ ഈ 3 കറിയിൽ ഇന്ന് ലഞ്ചും കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി ഇന്ന് നേരത്തെ കഴിഞ്ഞുകൊണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടി ചെയ്യാമെന്ന് കരുതി. എന്നും നമ്മൾ കിച്ചണിൻ്റെ പരിപാടി കഴിയുമ്പോൾ ഇവിടെയൊക്കെ എന്നും ഇങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പോകണം. പാത്രം വയ്ക്കുന്ന സാധനം കുറച്ച് ദിവസമായിരുന്നു ഞാൻ കഴുകിയിട്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് എടുത്തൊന്ന് കഴുകിയില്ലെങ്കിൽ വെള്ളം വീണ് ഒരു പാടാവും കേട്ടോ. അപ്പോൾ പിന്നെ അത് മാറില്ല. അപ്പോൾ അത് കാരണം ഞാൻ അതിൽ നിന്ന് കഴുകുകയാണ് കേട്ടോ. പിന്നെ കഴുകി കഴിയുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഒന്നും മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് മേളിലത്തെ ഭാഗം അങ്ങോട്ട് ഊരിയിട്ട് മേളിൽ തന്നെ വെച്ച് വിട്ടോ. സ്ലാവിൻ്റെ മേളിലും വെച്ച് പ്ലേറ്റുകളൊക്കെ അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ താഴത്തെ ഭാഗത്തിൽ വലിയ പാത്രങ്ങളൊക്കെ വെച്ച് ആ വെച്ചെടുത്ത് തന്നെ വെച്ചിട്ട്. ഇനിയുള്ളത് നമുക്ക് ക്ലീനിങ് ആണ്. അപ്പോൾ ഇന്നലെ തുടച്ചിട്ടേക്കണോണ്ട് ഇന്ന് വെറുതെ തൂത്തുവായിരുന്നുള്ളൂ കേട്ടോ. എത്ര നമ്മൾ തൂത്തുവാരിയാലും ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ. ജനലൊക്കെ ഇന്നലെ തുടച്ചതാണ്, പക്ഷെ ഇന്ന് സൈഡിൽ ചെന്ന് നോക്കുമ്പോൾ കുറേ പൊടികളുണ്ടാവും കേട്ടോ.
പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊന്നും പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാ പണികളും അങ്ങ് ഒതുക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ സമാധാനത്തോടുകൂടി പോകാമല്ലോ. അത് കാരണം ഇന്ന് ഞാൻ രാവിലെ തന്നെ എൻ്റെ എല്ലാ പണികളും തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറൊന്നുമില്ല. ഉച്ചയ്ക്ക് അവർ അനീഷേട്ടൻ വന്നു കഴിയുമ്പോൾ ചോറുണ്ണണം. മാളൂട്ടിയുടെ കുളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.